ഹായ് ഫ്രണ്ട്സ്, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? നമ്മൾ ഇന്നിവിടെ പഠിക്കാൻ പോകുന്നത് ഈസ് ആൻഡ് സീം ടു ബി. ഇത് രണ്ടും തമ്മിലുള്ള ഡിഫറൻസാണ്. എപ്രകാരമാണ് ഇത് രണ്ടും അർത്ഥത്തിൽ വ്യത്യാസപ്പെട്ടിരിക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ ഇന്നിവിടെ നോക്കാൻ പോകുന്നത്. ഈസ് എന്ന് പറയുമ്പോൾ അത് നമ്മൾ ഉറപ്പായിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ പറയുന്നത്. ഉദാഹരണത്തിന് ഇപ്പം വലിയൊരു കാറ്റും മഴയും ഇടിയൊക്കെ വന്നു, നമ്മുടെ വീട്ടിലെ കറണ്ട് പോയി. അതപ്പോൾ നമ്മൾ എങ്ങനെയാണ് പറയുന്നത്? കറണ്ട് പോയി, ലൈറ്റ് ഈസ് ഔട്ട് എന്നാണ് പറയുന്നത്. അതേസമയം നമ്മൾ തുണികളൊക്കെ അലക്കാനായിട്ട് വാഷിംഗ് മെഷീനകത്തിട്ടു, വാഷിംഗ് മെഷീൻ ഓണാക്കി, അതിനുശേഷം നമ്മൾ വീടിന് വെളിയിലിറങ്ങി എന്തോ ജോലികളൊക്കെ ചെയ്യുകയാണ്. ആ സമയത്ത് പെട്ടെന്ന് തന്നെ വാഷിംഗ് മെഷീൻ്റെ ശബ്ദം നിന്നു. അപ്പോൾ നമ്മൾ എന്തു പറയും? കറണ്ട് പോയെന്നാണ് തോന്നുന്നത്, അല്ലേ? അതായത് ലൈറ്റ് സീംസ് ടു ബി ഔട്ട്. അത്ര ഉറപ്പില്ലാത്ത ഒരു കാര്യമാണ്. ഒന്നുകിൽ വാഷിംഗ് മെഷീന് കേടായതായിരിക്കാം, അതുകൊണ്ടായിരിക്കും നിന്നു പോയത്. അല്ലാത്ത പക്ഷം കറണ്ട് പോയത് കൊണ്ടായിരിക്കാം. അതുകൊണ്ടാണ് ലൈറ്റ് സീംസ് ടു ബി ഔട്ട് എന്ന് പറഞ്ഞിരിക്കുന്നത്. അടുത്തത്, അയാൾ പോയിട്ട് വന്നു, ഹീ ഈസ് ബാക്ക്. അതെന്ന് പറഞ്ഞിരിക്കുന്നത് ഓൾറെഡി നടന്ന ഒരു കാര്യമാണ്. അതുകൊണ്ടാണ് ഹീ ഈസ് ബാക്ക് എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്കിങ്ങനെ വേണേലും സംശയം പറയാം, അയാൾ പോയിട്ട് വന്നെന്നാണ് തോന്നുന്നത്, ഹീ സീംസ് ടു ബി ബാക്ക്. അടുത്ത എക്സാമ്പിൾ, പടം കഴിഞ്ഞു, അതായത് സിനിമ കഴിഞ്ഞു. ദ ഫിലിം ഷോ ഈസ് ഓവർ. അത് ഓൾറെഡി നടന്ന കാര്യമാണ്, ഉറപ്പായിട്ടുള്ള കാര്യവുമാണ്. ഇനി അടുത്ത സംശയം പ്രകടിപ്പിക്കുന്നത് എപ്രകാരമാണ്? പടം കഴിഞ്ഞെന്നാണ് തോന്നുന്നത്. ദ ഫിലിം ഷോ സീംസ് ടു ബി ഓവർ. ഓക്കെ, നിങ്ങൾക്ക് അയാളെ അറിയാം, യു നോ ഹിം. ഓക്കെ, നിങ്ങൾക്ക് അയാളെ അറിയാം എന്ന് പറയുന്നത് എപ്രകാരമാണ്? യു നോ ഹിം. നിങ്ങൾക്ക് അയാളെ അറിയാമെന്നാണ് തോന്നുന്നത്, അതൊരു സംശയമാണ്. അതായത് യു സീം ടു നോ ഹിം. യു സീം ടു നോ ഹിം. അവിടെ യു വന്നതുകൊണ്ട് നമ്മൾ സീം എന്ന് മാത്രമേ ചേർക്കത്തുള്ളൂ. ഈ മാമ്പഴത്തിൽ മൊത്തം പുഴുവാണ്. ദിസ് മാംഗോ ഈസ് വർമി. അത് ഉറപ്പായിട്ടുള്ളൊരു കാര്യമാണ്. അതേസമയം ഈ മാമ്പഴത്തിൽ മൊത്തം പുഴുവാണെന്നാണ് തോന്നുന്നത്. അതെപ്രകാരം പറയും? ദിസ് മാംഗോ സീംസ് ടു ബി വർമി. അവൾ ഒരു തട്ടിപ്പുകാരിയാണ്. ഷീ ഈസ് എ ഫ്രോഡ്. ഫ്രോഡ് എന്ന് പറഞ്ഞാൽ തട്ടിപ്പുകാരൻ എന്നുള്ള അർത്ഥത്തിലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ഷീ ഈസ് എ ഫ്രോഡ്. അതൊരു കാര്യം ഇങ്ങനെ നമ്മൾ സമർത്ഥിക്കുകയാണ്. ഇനി അടുത്ത സംശയം എപ്രകാരം പറയും? അവൾ ഒരു തട്ടിപ്പുകാരിയാണെന്നാണ് തോന്നുന്നത്. ഷീ സീംസ് ടു ബി എ ഫ്രോഡ്. ഷീ സീംസ് ടു ബി എ ഫ്രോഡ്. അപ്പോൾ ഇന്ന് പഠിപ്പിച്ച ടോപ്പിക്ക് ഈസ് ആൻഡ് സീം ടു ബി. ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. നിങ്ങളിത് കൂടുതൽ പറഞ്ഞ് പ്രാക്ടീസ് ചെയ്യണം. അപ്പോൾ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ, ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം. ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും വേണം. കൂടുതൽ ഇൻട്രസ്റ്റിങ്ങും അതുപോലൊപ്പം തന്നെ ഇമ്പോർട്ടൻറ്റുമായിട്ടുള്ള ടോപ്പിക്കുമായിട്ട് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും താങ്ക് യു.